ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1607. ഇന്ന് മെയ് മാസം 25-ാം തീയതി 146-ാമത്തെ ദിവസത്തിലെത്തി. മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ക്രിസ്തു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം നിറയെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അത് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഭക്ഷണമാണ് ജീവനെ നിലനിർത്തുന്നത്. ഭൗതികമായ ഭക്ഷണം ശാരീരിക ജീവൻ നിലനിർത്തുമ്പോൾ ആത്മീയ ഭക്ഷണം നിത്യജീവനെ ഉറപ്പിക്കുകയാണ്. ഇവർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന യേശുവിന്റെ ചോദ്യം കേട്ട് ശിഷ്യന്മാരൊക്കെ അന്തിച്ചു പോകുന്നുണ്ട്. ഒടുവിൽ യേശുവിനെ പറയുന്നുണ്ട്, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുക. ഇന്നും യേശു തന്റെ ശിഷ്യന്മാരോട്, നമ്മൾ ഓരോരുത്തരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? സ്വർഗീയ ഭോജ്യമായ യേശുവിനെ സ്വീകരിപ്പാൻ ആളുകളെ ഒരുക്കാൻ വേണ്ടിയാണ്. എല്ലാവരും സ്വർഗീയ പിതാവിനാൽ യേശുവിന്റെ അടുക്കിലേക്ക് എത്താനായിട്ട് ഓരോരുത്തരെ ഒരുക്കിക്കൊണ്ടുവരേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കുമാണ്. ഇന്ന് വിശപ്പ് വയറിന് മാത്രമല്ല കേട്ടോ. സ്നേഹത്തിനു വേണ്ടിയുള്ള വിശപ്പ്, കാരുണ്യത്തിനു വേണ്ടിയുള്ള വിശപ്പ്, പരിഗണനയ്ക്ക് വേണ്ടിയുള്ള, അംഗീകാരത്തിനു വേണ്ടിയുള്ള വിശപ്പ്, ദയയ്ക്ക് വേണ്ടിയുള്ള വിശപ്പ്. ഈ വിശപ്പ് ശമിക്കണമെങ്കിൽ ദിവ്യഭോജനമായ യേശുവിനെ സ്വീകരിപ്പാനും കൂടി ഓരോരുത്തരും തയ്യാറാവണം. നമ്മൾ ക്രിസ്തു ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കാൻ പറ്റും. ദേവാലയ കവാടത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചിരുന്ന യാചകനോട് പത്രോസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതാണ്. വെള്ളിയോ സ്വർണമോ ഒന്നും കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ തരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ക്രിസ്തുവിനെ പകർന്നു നൽകാനായിട്ട് പറ്റുക. യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആ മുടന്തന്റെ പാദങ്ങൾ, കണങ്കാലുകൾ ബലം പ്രാപിച്ചു. അവൻ ചാടി എണീറ്റ് നടന്നെന്നാണ് വചനം പറയുക. ജീവിതയാത്രയിൽ തളർന്നു പോകാതിരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും വിശിഷ്ട ഭോജ്യമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വളരെയധികം വിശുദ്ധിയോടും ശ്രദ്ധയോടും കൂടി വേണം അത് സ്വീകരിപ്പാൻ. സ്വാർത്ഥതയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കണം. കുറെ കൂടി ആ യേശു സ്നേഹത്തിലേക്ക് ഓരോരുത്തരും പരന്നൊഴുകണം. അങ്ങനെ ദുഷ്ടന്മാരുടെ മീതെയും ശിഷ്ടരുടെ, നല്ലവരുടെ മീതെയും ഒക്കെ മഴയും മഞ്ഞും വെയിലും നിലാവും എങ്ങനെ ഒരുപോലെ പൊഴിയുന്നു, തെളിയുന്നു. അപ്രകാരം ഒരു സ്നേഹ വിചാരത്തിലേക്ക്, സ്നേഹലോകത്തിലേക്ക് ക്രിസ്തുനാമത്തിൽ ഓരോരുത്തരും പ്രവേശിക്കേണ്ടതാണ്. അങ്ങനെയാണ് പെന്തക്കോസ്തി പെരുന്നാളിനെ തുടർന്നുള്ള ഓരോ ദിനങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കേണ്ടത്. ആമേൻ.